LDF തളിപ്പറമ്പ് മണ്ഡലം സ്ഥാനാർത്ഥി PK ശ്യാമളയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കമായി. മോറാഴ വാണിയങ്കരയിൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരെ ചേർത്തുപിടിക്കുന്ന സർക്കാരാണ് LDF സർക്കാർ. 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു. 33 ലക്ഷം വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകി. ഒരു ഭാഗത്ത് വികസന പ്രവർത്തനം നടത്തുമ്പോൾ മറുഭാഗത്ത് എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുകയാണ്. ഹിന്ദു മുസ്ലിം വർഗീയവാദികൾക്ക് കേരളത്തെ പകുത്തുകൊടുക്കാൻ മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ശ്രമം നടക്കുന്ന കാലത്ത് കേരളത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതുപക്ഷ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്ന് P. സന്തോഷ് കുമാർ MP പറഞ്ഞു. സന്യാസി വന്നിരിക്കുമ്പോൾ ഈ സന്യാസിയുടെ പ്രത്യേകം പറഞ്ഞ ഒരു വസ്തു കൊടുക്കാത്ത സന്യാസിയാണ്. എങ്ങനെ കുട്ടികളും സ്ത്രീകളും ഇരിക്കുന്ന ഒരു സദസ്സ് പറയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കേരളം എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഘോട എന്നാണ് ഈ ആളുകളെ ചങ്ങാതിമാരെ വിളിക്കുന്നത്. അവർ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു സ്ഥാനാർത്ഥി പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ഇങ്ങനെയാണ് വർഗീയത പച്ചയായിട്ട് പറയുകയാണ്. അപ്പൊ ഇമാതിരി ആളുകൾ കേരളത്തെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായിരിക്കുന്ന ഒരു സാഹചര്യം. അതേസമയം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു മതവർഗീയ സംഘടനയെ ന്യായീകരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. അയാളിപ്പോ ഒരു യാത്ര നമ്മൾ ഉണ്ടാക്കിയ റോഡിലൂടെ നടത്തിയപ്പോ പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ നമ്മുടെ കേരളത്തെ ഹിന്ദു വർഗീയവാദം പറയുന്നവർക്കും ഇസ്ലാമിന്റെ പേരിൽ വർഗീയവാദം പറയുന്നവർക്കും പകുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കാലത്ത് കേരളത്തെ ചേർത്ത് നിർത്താൻ കേരളത്തിന്റെ ഐക്യവും അതിന്റെ മതനിരപേക്ഷതയും സംസ്കാരവും ഒക്കെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി 6 ദിവസം നീണ്ടുനിൽക്കുന്ന പര്യടനത്തിൽ 80-ലേറെ സ്വീകരണ കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥി എത്തുക. ബുധനാഴ്ച വാണിയങ്കരയിൽ നിന്ന് ആരംഭിച്ച പര്യടനം വടക്കാഞ്ചേരിയിൽ സമാപിച്ചു. സമാപന ദിവസമായ മാർച്ച് 30-ന് പനക്കാട് നിന്ന് തുടങ്ങി വെള്ളക്കീലിൽ അവസാനിക്കുന്നതോടെ 6 ദിവസത്തെ പ്രചാരണ പരിപാടിക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.